എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ചോദിച്ചു കാണാറുള്ള പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി വിഭാഗത്തിൽപ്പെടുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. മാത്തമാറ്റിക്സിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്ന മാത്തമാറ്റിക്സിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ്സ്, ഫസ്റ്റസ്റ്റ് കാൽക്കുലേഷൻ മെത്തേഡ്സ്, ചില മെത്തേഡ്സ് ഉണ്ട് ലെങ്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ എക്സാം ഹാളിൽ ലെങ്തി ആയിട്ട് ചെയ്ത് ടൈം കളയാനില്ല. കുറച്ച് ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ വിശദമായിട്ട് ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതൊരു ക്ലോക്കിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം നോക്കാം. ഇത് സാധാരണ ചോദിച്ച് കാണാറുള്ളതാണ് ഈ ചോദ്യം. നമുക്ക് നോക്കാം. ഒരു ക്ലോക്ക് 1 മണിക്ക് 1 പ്രാവശ്യം ബെല്ലടിക്കുന്നു, 2 മണിക്ക് 2 പ്രാവശ്യം, 3 മണിക്ക് 3 പ്രാവശ്യം എന്ന ക്രമത്തിൽ ബെല്ലടിക്കുമ്പോൾ n ദിവസമാകുമ്പോൾ ആ ക്ലോക്ക് എത്ര ബെല്ലടിക്കുക എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 156 × n എന്ന ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഒരു ക്ലോക്ക്, ഇതൊരു LDC ക്വസ്റ്റ്യനാണ്. ഒരു ക്ലോക്ക് മണിക്കൂറിന് മാത്രം ബെല്ലടിക്കുമ്പോൾ ഒരു ദിവസം എത്ര മണി അടിക്കും? ഒരു ദിവസം n, 2 ദിവസമാണ് പറഞ്ഞെങ്കിൽ n 2, ഇവിടെ ഒരു ദിവസം ആയതുകൊണ്ട് n 1. 156 × n. മണിക്കൂറിന് മാത്രമാണ് ബെല്ലടിക്കുന്നത്. 1 മണിക്ക് 1 തവണ, 2 മണിക്ക് 2 തവണ, അങ്ങനെ 156 × n, 156. ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രവർത്തിക്കാത്ത ഒരു ക്ലോക്ക്, പ്രവർത്തനരഹിതമായ ഒരു ക്ലോക്ക് ഒരു ദിവസം എത്ര തവണ കൃത്യസമയം കാണിക്കും? അതായത് 2 തവണ. എപ്പോഴും ചോദിച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണിത്. 2 തവണ. പകൽ 1 തവണ, ആ സമയമാകുമ്പോൾ രാത്രിയിലും ആ സമയമാകുമ്പോൾ 1 തവണ. അതായത് ഒരു ദിവസം 2 തവണ. ഇതെപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. ഇവിടെ ഒരു ക്ലോക്കിൽ 12 മണി അടിക്കാൻ 22 സെക്കൻഡ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 6 മണി അടിക്കാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 12 മണി അടിക്കുമ്പോൾ 11 ഇടവേളകളുണ്ട്. 11 ഇടവേളകൾക്ക് 22 സെക്കൻഡ്. 12 മണി അടിക്കുന്നതിന് 22 ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് എടുക്കുന്ന സമയം കാണാൻ 11 ഇടവേളകൾക്ക് 22 സെക്കൻഡ്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് കാണാൻ 22/11 2 സെക്കൻഡ് കിട്ടും. അപ്പോൾ 6 മണി അടിക്കുമ്പോൾ ഉള്ള സമയമാണ് ചോദിച്ചേക്കുന്നത്. 6 മണിക്ക് 5 ഇടവേളകൾ. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് 2 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 5 ഇടവേളകൾക്ക് എത്ര വരും? 5 × 2, അതായത് 10 സെക്കൻഡ് വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത് ഓർക്കുക. 12 മണി അടിക്കുമ്പോൾ 11 ഇടവേളകൾ. 11 ഇടവേളകൾക്ക് 12 മണിക്ക് 22 സെക്കൻഡാണ് തന്നിട്ടുണ്ട്. 22 സെക്കൻഡ്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് കാണാൻ 22/11 2 സെക്കൻഡ്. 6 മണി അടിക്കും, 12 മണി അടിക്കുമ്പോൾ 11 ഇടവേളകൾ. അപ്പോൾ 6 മണി അടിക്കുമ്പോൾ 5 ഇടവേളകൾ. ഒരു ഇടവേളയ്ക്ക് 2 സെക്കൻഡ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ആണെങ്കിൽ 6 മണിക്ക് 5 ഇടവേളകളാണ്. 5 ഇടവേളകൾക്ക് 5 × 2 10 സെക്കൻഡ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരു ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട വളരെയേറെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഹൃദിസ്ഥമാക്കി വെക്കുക ഇത്. അതായത് ഒരു ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ 22 പ്രാവശ്യം ഒരു ദിവസത്തിൽ ഒന്നിക്കും. ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും 22 പ്രാവശ്യം ഒന്നിക്കുന്നു. ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ 22 പ്രാവശ്യം എതിർദിശയിൽ വരുന്നു. ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ 44 പ്രാവശ്യം മട്ടക്കോണിൽ വരുന്നു. മട്ടക്കോണെന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ 90 ഡിഗ്രി അളവിൽ വരുന്നത്, മട്ടക്കോണിൽ വരുന്നത് 44 പ്രാവശ്യം. ഓടാതിരിക്കുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ എത്ര തവണ കൃത്യസമയം കാണിക്കും? എപ്പോഴും ചോദിക്കുന്ന 2. പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ 2 തവണ കൃത്യസമയം കാണിക്കും. ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബ സമയവും 4 പ്രാവശ്യം ഒരേ സമയം കാണിക്കും. സാധാരണ സമയവും മിറർ ഇമേജ്, പ്രതിബിംബ സമയവും ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം ഒരേ സമയം കാണിക്കും. ഒരു ക്ലോക്കിലെ ആകെ അക്കങ്ങളുടെ എണ്ണം 15ആണ്. ഒരു ക്ലോക്കിലെ 0, 1, 2, 3 അങ്ങനെ പോകുമല്ലോ. 15 അക്കങ്ങളാണുള്ളത്. സമയം 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി ഇങ്ങനെയാണ് വന്നതെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ, മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ
അതിനെ 30 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 മണിക്ക് വെച്ചെങ്കിൽ 2 ഗുണം 30 എത്ര കോണം? ഉത്തരം ഇപ്പം 180 കൂടുതലാണെങ്കിൽ 200 210 എത്ര വേണേലാകും, 300 180 കൂടുതലാണെങ്കിൽ 360 നിന്ന് ആ കിട്ടിയ ഉത്തരം കുറച്ചാൽ മതി. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ്. 12 മണി അടിക്കാൻ 22 സെക്കൻഡ് എടുക്കുമെന്ന് തന്നിട്ടുണ്ട്. 6 മണി അടിക്കാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 12 മണി അടിക്കുമ്പോൾ 11 ഇടവേളകളുണ്ട്. 11 ഇടവേളകൾക്ക് 22 സെക്കൻഡ്. 12 മണി അടിക്കുന്നതിന് 22 തന്നിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് എടുക്കുന്ന സമയം കാണാൻ 11 ഇടവേളകൾക്ക് 22 സെക്കൻഡ്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് കാണാൻ 22/11 2 സെക്കൻഡ് കിട്ടും. അപ്പൊ 6 മണി അടിക്കുമ്പോൾ ഉള്ള സമയമാണ് ചോദിച്ചേക്കുന്നത്. 6 മണിക്ക് 5 ഇടവേളകൾ. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് 2 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 5 ഇടവേളകൾക്ക് എത്ര വരും? 5 ഗുണം 2, അതായത് 10 സെക്കൻഡ് വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത് ഓർക്കുക. 12 മണി അടിക്കുമ്പോൾ 11 ഇടവേളകൾ. 11 ഇടവേളകൾക്ക് 12 മണിക്ക് 22 സെക്കൻഡാണ് തന്നിട്ടുണ്ട്. 22 സെക്കൻഡ്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് കാണാൻ 22/11 2 സെക്കൻഡ്. 6 മണി അടിക്കും 12 മണി അടിക്കുമ്പോൾ 11 ഇടവേളകൾ. 6 മണി അടിക്കുമ്പോൾ 5 ഇടവേളകൾ. ഒരു ഇടവേളയ്ക്ക് 2 സെക്കൻഡ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ആണെങ്കിൽ 6 മണിക്ക് 5 ഇടവേളകളാണ്. 5 ഇടവേളകൾക്ക് 5 ഗുണം 2 10 സെക്കൻഡ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 12 തുടങ്ങുന്ന സമയത്തിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ തന്നിരിക്കുന്ന മിനിറ്റിനെ 11/2 കൊണ്ട് ഗുണിച്ചാൽ മതി. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇവിടെ 12 15 ഒരു ക്ലോക്കിലെ 2 മണി സൂചികൾക്ക് തമ്മിലുള്ള കോണളവ് കാണാൻ, അതായത് 12 15 ആണെന്നുള്ള സമയം. ഇവിടുത്തെ മിനിറ്റ് 15. അപ്പോൾ 15നെ 11/2 കൊണ്ട് ഗുണിച്ചാൽ മതി. 12 മണി തുടങ്ങുന്ന സമയമായിട്ട് 15 × 11/2 52.5 കിട്ടും. അതായത് 7.5 ഗുണം 11 82.5 കിട്ടും. അതായത് 82.5. 82 2 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഈ എളുപ്പവഴി ഓർത്തിരിക്കുക. 12 തുടങ്ങുന്ന സമയത്തിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ അത് തന്നിരിക്കുന്ന മിനിറ്റ് ഇവിടെ എത്ര? 12 15 മിനിറ്റിനെ 11/2 ഇട്ട് ഗുണിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഇത് എത്തിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ശ്രീമാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്